പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിചിത്രമായ ഒരു വാർത്ത. സ്വന്തം ഭർത്താവിനെ കാമുകന് വേണ്ടി കൊന്നു കെട്ടിത്തൂക്കിയതിന് ശേഷം അയൽക്കാരെ വിളിച്ചുകൂട്ടി കാമുകനും ഭാര്യയും കുടുങ്ങിയത് ഇങ്ങനെ. യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഭാര്യയും കാമുകനും ചേർന്ന് കഴുത്ത് നരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയത്. ഉത്തർപ്രദേശിലെ ബറേലിലാണ് സംഭവം. കെഹാർ സിംഗ് എന്ന യുവാവിൻ്റെ മരണമാണ് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ കെഹാർ സിംഗിൻ്റെ ഭാര്യ രേഖയെയും ഇവരുടെ കാമുകൻ പിന്റുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 16 വർഷം മുമ്പാണ് കെഹാർ രേഖയെ വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് 4 കുട്ടികളാണ്. മെഡിക്കൽ കോളേജിലെ പാചകക്കാരിയായി ജോലി ചെയ്യുകയായിരുന്നു രേഖ. ഇതിനിടയിലാണ് യുവതി പ്രിന്റുമായി പ്രണയത്തിലാകുന്നത്. പ്രിന്റുമായി രേഖക്കുള്ള ബന്ധം കെഹാർ അറിഞ്ഞിരുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് 25-കാരിയായ രേഖ കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇരുവരുടെയും ശ്രമം. രേഖ കെഹാർ സിംഗിന് ചായയിൽ വിഷം ചേർത്ത് നൽകിയ ശേഷം കാമുകനായ പ്രിന്റുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് കയറുപയോഗിച്ച് ഇരുവരും കെഹാറിൻ്റെ കഴുത്ത് ഞെരിച്ച് മരണം ഉറപ്പാക്കുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം കെട്ടിത്തൂക്കുകയായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ കെഹാർ തടസ്സമെന്ന് കണ്ടാണ് തങ്ങൾ ഇത്തരമൊരു ക്രൂരത ചെയ്തതെന്ന് രേഖയും പ്രിന്റും പോലീസിന് മൊഴി നൽകി. കൊലപാതകത്തിന് ശേഷം പ്രിന്റു വീട് വിട്ടുപോയി. രേഖ അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ട് അലറി കരയുകയും ചെയ്തു. ഇവരുടെ കരച്ചിൽ കേട്ടാണ് അയൽക്കാർ ഓടിയെത്തുന്നത്. ജനലിലൂടെ നോക്കിയപ്പോൾ കെഹാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കഴുത്ത് നരിച്ചതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. വിഷബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കാനും ഡോക്ടർ നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടത്തിലെ സംശയങ്ങളെ തുടർന്ന് പോലീസ് രേഖയെയും ചോദ്യം ചെയ്തു. ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും രേഖ പിന്നീട് കുറ്റം സമ്മതിച്ചു. കെഹാർ സിംഗിന്റെ മൂത്ത സഹോദരന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയതും കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. വെറുമൊരു കാമുകന് വേണ്ടിയാണ് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. അവസാനം സംഭവിച്ചതാണ് ഇങ്ങനെ. ഒരു നിമിഷത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കിയത്. പ്രണയം തലക്കുമൂത്ത പെണ്ണിൻ്റെ ഭ്രാന്തമായ ചിന്തയാണിത്. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.